നമസ്കാരം. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 4 മുതൽ 6 വരെ. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു. 10-ാം മാസം വരെ വെള്ളം ഇടവിടാതെ കുറഞ്ഞു. 10-ാം മാസം 1-ാം തീയതി പർവ്വത ശിഖരങ്ങൾ കണ്ടു തുടങ്ങി. 40 ദിവസം കഴിഞ്ഞ ശേഷം നോഹ താൻ പെട്ടകത്തിന് ഉണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്നു. നോമ്പിൻ്റെ ഈ 40 ദിവസങ്ങൾ ഒരു ഉറച്ച കാത്തിരിപ്പിൻ്റേതാണ്. തികഞ്ഞ ബോധ്യങ്ങളുടേതും ഉത്തമ നിലപാടുകളേതും ആവുന്നു അത്. ഉയരങ്ങളിലേക്ക് കണ്ണും നട്ടുള്ള ഒരു കാത്തിരിപ്പ്. സങ്കീർത്തനം ചൊല്ലും പോലെ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു. അങ്ങനെയുള്ള ദിവസങ്ങളാണ് ഇത്. എല്ലാ പ്രളയങ്ങൾക്കും കൊടുങ്കാറ്റുകൾക്കുമിടയിൽ 40 ദിവസങ്ങൾ ഉയർന്ന ദർശനത്തോടെ ഉറച്ചു നിൽക്കുക. പരീക്ഷകൾക്കിടയിൽ പ്രത്യാശയുടെ കൊടുമുടികളിൽ നിന്ന് കണ്ണ് മാറ്റാതിരിക്കുക. ക്രിസ്തുവിൻ്റെ മുഖത്ത് നിന്ന് കടലിൻ്റെ മുഖത്തേക്കുള്ള നോട്ടപ്പിശകാണ് പത്രോസിനെ വീഴ്ത്തുന്നത്. പ്രശ്നത്തിൻ്റെ മുഖത്ത് നിന്ന് പരിഹാരത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക. തീരും സുഹൃത്തെ നമ്മുടെ ആകുലതകളൊക്കെയും. 40 നാളുകൾക്ക് ശേഷം നോമ്പിൻ്റെ കിളിവാതിലുകൾ തുറക്കുമ്പോൾ 2 സാധ്യതകളുണ്ട്. നോഹയുടെ പെട്ടകം തുറക്കുമ്പോൾ എന്നതുപോലെ തന്നെ മലിനതകളെ തേടുന്ന മലങ്കാക്കയാകാനും സമാധാനത്തിൻ്റെ ഒലിവ് കൊത്തുന്ന കുറുപ്രാവാകുവാനും നമുക്ക് സാധ്യതയുണ്ട്. വീടാൻ വേണ്ടി മാത്രമുള്ളതാകാതിരിക്കണം സുഹൃത്തെ ഈ നോമ്പ്, എനിക്കും നിങ്ങൾക്കും. നോമ്പ് വിചാരത്തെ ശാന്തമാക്കി ആലോചനയെ പരിപൂർണമാക്കുന്നു. നോമ്പ് ഹൃദയത്തെ ജാഗ്രതപ്പെടുത്തി മനസാക്ഷിയെ പരമാർത്ഥതയിലാക്കുന്നു. നോമ്പ് മടിയെ നശിപ്പിച്ച് അലസതയെ ദൂരത്താക്കുന്നു. നോമ്പ് വിനയത്തെ പുഷ്ടിപ്പെടുത്തി നിഗളത്തെ തള്ളുന്നു. നമസ്കാരം.